ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് വടകര പുതിയ ബസ് സ്റ്റാൻഡിന് മുൻവശത്താണുള്ളത്. വടകര പുതിയ ബസ് സ്റ്റാൻഡിന് നേരെ സമാന്തരമായിട്ട് തന്നെയാണ് NH66 വടകര ഭാഗത്തുള്ള റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇവിടെ വരാൻ പോകുന്നത് ഫ്ലൈ ഓവറാണ്, അതായത് മേൽപ്പാലമാണ്. അപ്പോൾ കോഴിക്കോട് നിന്നും വരുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്, കണ്ണൂരേക്കുള്ള ഭാഗമാണ്. ഇപ്പോൾ കണ്ണൂരേക്കുള്ള ബസ്സാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വടകരയെ കീറി മുറിച്ചുകൊണ്ട് ഒരു പാലം തന്നെയാണ് വരുന്നത്. അടാറ് പാലം തന്നെയാണ് കേട്ടോ. കരിമ്പനപ്പാലം മുതൽ പെരുവട്ടം താഴെ വരെയുള്ള ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൈർഘ്യമുള്ളൊരു പാലം തന്നെ, മനോഹരമായ പാലമാണ് വരുന്നത്. അപ്പോൾ ഏതുതന്നെയാലും നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഈ വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാഴ്ചകൾ അങ്ങോട്ട് ചെന്ന് നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് വടകരയുടെ ഈ 2 റോഡുകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ നിലവിൽ. ഇതിങ്ങനെ വന്നിട്ട് സർവീസ് റോഡിലേക്കാണ് കയറി പോകുന്നത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമ്പോൾ വർക്ക് സ്ലോ ആകുന്നുണ്ട്. അപ്പോൾ ഫ്ലൈ ഓവർ വരുന്നത് ഈ ഒരു മേൽപ്പാലം വരുന്നത് ഇതിലൂടെയാണ് വരുന്നത്. ഈ മൺകൂന നമ്മൾ കാണുന്നില്ലേ, അതുവഴിയാണ് ഇത് കടന്നു പോകുക. അപ്പോൾ വടകരയിൽ നിന്നും കണ്ണൂരേക്ക് പോകുന്ന ഭാഗത്തേക്കുള്ള സർവീസ് റോഡാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഭാഗത്താണ് പാലത്തിൻ്റെ മെയിൻ പാലങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും. വടകര ഭാഗം തന്നെ വളരെ വലിയൊരു മാറ്റത്തിന് ഇത് കാരണമാകും. ഇത് തന്നെയാലും വികസനം വരട്ടെ, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഇതൊരു കാരണമാകട്ടെ. നമ്മുടെ റോഡ് വികസനം തന്നെയാണ് ഏറ്റവും വലിയൊരു വികസനം എന്ന് പറയുന്നത്. റോഡില്ല എങ്കിൽ തന്നെ നമ്മളെ ഗതാഗത തടസ്സങ്ങളും അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ. അപ്പം കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോസ് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ചാനൽ മറക്കാതെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ.